തമിഴ്നാട്ടിൽ BJP ഈ താമര വിരിയിക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ല എന്നാണ് നമ്മളിൽ കാണേണ്ടത്. അദ്ദേഹത്തിന് ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ TVKക്ക് ഘടകങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയോ എന്ന് ചോദിച്ചാൽ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. 22% വോട്ടൊക്കെ വിജയുടെ പാർട്ടി പല സ്ഥലങ്ങളിലും പിടിക്കാൻ സാധ്യതയുണ്ട്. DMKക്ക് അറിയാം, വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുന്നേറിക്കഴിഞ്ഞാൽ തീർച്ചയായും വിജയ് ഒരു 5 വർഷം കൊണ്ട് ഒരു വലിയ ശക്തിയായി മാറുമെന്നും അദ്ദേഹത്തിന്റെ പിന്നിൽ വലിയ ഒരു വിഭാഗം അണിനിരക്കുമെന്നും. നമസ്കാരം. നമ്മൾ ഇലക്ഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണല്ലോ. ഒരു 48 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ 48 ശരിക്കും പറഞ്ഞു മണിക്കൂറുകൾ മാത്രം കഴിഞ്ഞാൽ കുറച്ച് സംസ്ഥാനങ്ങളുടെ വിധി നിർണ്ണയിക്കപ്പെടുകയാണ്. 5 സംസ്ഥാനങ്ങൾ. അതിൽ ഏറെക്കുറെ വിധി എന്താണെന്ന് ചില സംസ്ഥാനങ്ങളുടെയൊക്കെ ഓൾറെഡി നമുക്ക് അറിയാൻ പറ്റും. ഓൾറെഡി അല്ലെങ്കിൽ തന്നെ അതിനൊരു മാറ്റം വരാനായിട്ട് സാധ്യതയില്ല. കേരളത്തിൻ്റെ വിധി എന്താകും എന്നുള്ളത് എക്സിറ്റ് പോളുകൾ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട്. തമിഴ്നാട് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയം, സൗത്ത് ഇന്ത്യയിൽ BJP ഏറ്റവും കൂടുതൽ ഭരണം പിടിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനം. ഇപ്രാവശ്യത്തെ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സിനിമാ നടൻ കൂടിയായിട്ടുള്ള വിജയുടെ പാർട്ടി അവിടെ മത്സരരംഗത്ത് ഉണ്ട്. എന്തായിരിക്കും അവിടുത്തെ ഒരു അവസ്ഥ, സംഭവിക്കാനായിട്ട് സാധ്യതയുള്ളൊരവസ്ഥ? യഥാർത്ഥത്തിൽ ഇപ്പം എക്സിറ്റ് പോളുകളിലൊക്കെ വിജയ്ക്ക് വലിയ മുന്നേറ്റം ആണ് ഒരു പ്രവചിക്കുന്നത്. പക്ഷേങ്കിൽ പോലും DMKക്ക് വ്യക്തമായ ഭൂരിപക്ഷമൊക്കെ കിട്ടാനും DMK അധികാരത്തിൽ വരാനൊക്കെ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പ്രത്യേകിച്ചും ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും നല്ല തലയെടുപ്പുള്ള പാർട്ടി എന്ന് പറയുന്നത് നിലവിലുള്ള അധികാരത്തിലിരിക്കുന്ന DMK തന്നെയാണ് എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ നമ്മളിൽ കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് TVK എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ഉദയം കൊണ്ടിട്ട് കേവലം 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. 2 വർഷത്തിനിടയിൽ വലിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊന്നും നടത്താതിരുന്ന ഒരു പാർട്ടി കൂടിയാണ് TVK. കാരണം സൂപ്പർ സ്റ്റാർ വിജയ് അവിടെ പരിചയപ്പെടുത്തലിൻ്റെയൊന്നും ആവശ്യമില്ലാത്ത ഒരു വലിയ ഫിഗറാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ സിനിമയല്ല രാഷ്ട്രീയം, അല്ലെങ്കിൽ സിനിമയ്ക്ക് അപ്പുറത്ത് കുറച്ചും കൂടി ജനങ്ങളുമായിട്ട് ഇടപഴകിയാൽ മാത്രമേ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഈ നേതാവ് നിലനിൽക്കും എന്നുള്ളൊരു തോന്നലുണ്ടായാൽ മാത്രമേ തമിഴ്നാട്ടിൽ വിജയം സാധ്യമാവുകയുള്ളൂ നമുക്കറിയാം. ഇപ്പം വിജയ് അവിടെ 2 മത്സരത്തിൽ ഉണ്ടെങ്കിൽ പോലും ഒരു സീറ്റിൽ അദ്ദേഹം വളരെ വിജയകരമായി തന്നെ വിജയിക്കും, സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി TVK എന്ന പാർട്ടി അവിടെ എത്രത്തോളം ശക്തി ഉണ്ട് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് സംശയമാണ്. വിജയുടെ പാർട്ടി TVK എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആരാധകർ, അതായത് ഫാൻസ് ഗ്രൂപ്പ് പിന്നീട് പാർട്ടിയെ രൂപാന്തരപ്പെടുകയായിരുന്നു. അപ്പം ഇപ്പോഴും അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഇപ്പോൾ ഈ ഇലക്ഷനൊക്കെ അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ വന്ന സമയത്ത് വൻ ജനക്കൂട്ടം പല സ്ഥലങ്ങളിലുണ്ടായിരുന്നു. ഇതിനു മുന്നേയും അദ്ദേഹം തിരഞ്ഞെടുപ്പിനൊക്കെ മുന്നേയും തന്നെ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി അവരുടെ ആരാധകർ, പ്രത്യേകിച്ചിട്ട് യുവാക്കളും സ്ത്രീകളും കുട്ടികളും ഒക്കെ വലിയ രീതിയിൽ തടിച്ചു കൂടുന്നൊരു കാഴ്ചയ്ക്ക് നമ്മൾ പല സ്ഥലത്തും കണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ TVKക്ക് ഘടകങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയോ എന്ന് ചോദിച്ചാൽ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഒട്ടും തീരെ മൂപ്പത്താത്ത രീതിയിലാണ് അദ്ദേഹം ഇപ്പം ഈ പാർട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിനുണ്ടായ ഒരു ചെറിയ പോരായ്മ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഒരു ട്രയൽ വെർഷനായി കാണുകയാണെങ്കിൽ അടുത്ത ടേമിലേക്ക് അദ്ദേഹത്തിന് അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയും എന്നുള്ള നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പം ഒരു ഭാഗത്ത് BJPയും AIADMKയും തമ്മിലുള്ള സഖ്യവും മറുഭാഗത്ത് ഭരണകക്ഷിയായ DMKയും തമ്മിലുള്ള പോരാട്ടമായിരിക്കും നടക്കുക എന്നായിരുന്നു നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ അവിടെ ഒരു ത്രികോണ മത്സരം, പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം അരങ്ങേറാനുള്ള കാരണം ഉണ്ടായത് വിജയുടെ ഈ രംഗപ്രവേശമാണ് എന്ന് നമുക്ക് കാണണം. ഇപ്പം ഈ വലിയ പ്രവചിക്കുന്ന പോലെ വിജയ് വലിയ ശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ പറ്റും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവിടെ ഒരു 20% വോട്ടൊക്കെ, 22% വോട്ടൊക്കെ വിജയുടെ പാർട്ടി പല സ്ഥലങ്ങളിലും പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഒരു പല സ്ഥലങ്ങളിലും 2ാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയൊക്കെ ഈ വിജയുടെ പാർട്ടിക്ക് TVKക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ TVKക്ക് വരും കാലത്ത് അവിടെ വലിയ രാഷ്ട്രീയ ഭാവിയുണ്ട്. പിന്നെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പം ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരെല്ലാ കാലത്തും സിനിമയെ കൂടെ നിർത്തിക്കൊണ്ടാണ് ഈ അവർ ജനങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുള്ളത്. സാമൂഹ്യ പ്രവർത്തനം അല്ലല്ല ഒന്നാണ്. അവർ സാമൂഹ്യ പ്രവർത്തനവും സിനിമാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ഒരേപോലെ കൊണ്ടു നടക്കുകയും ഒന്നും
വ്യത്യസ്തമല്ലാത്ത രീതിയിലൊക്കെ ഇപ്പം ഒരു വലിയൊരു ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് പിന്നീട് മുഖ്യമന്ത്രിയാവാനുള്ള ഒരു അവസരം ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇത് നേരത്തെ തന്നെ പല സിനിമ നടന്മാരും ഇത്തരത്തിലുള്ള ഒരു സാധ്യത മുന്നിൽ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പം കമലഹാസൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു. അദ്ദേഹം പക്ഷേ രാഷ്ട്രീയ പാർട്ടിയിൽ ആയിട്ട് അധികകാലം അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അദ്ദേഹം ഇപ്പം രാജ്യസഭാ അംഗമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിലൊന്നും ഒരു DMKയുടെ ആശ്രിതനായി അദ്ദേഹം രാജ്യസഭയിൽ എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടത്. പക്ഷേ അതിന് മുന്നേ തന്നെ രജനീകാന്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു. രജനീകാന്തിന്റെ പിറകിൽ ആരായിരുന്നു വെച്ചാൽ അത് BJP ആയിരുന്നു. രജനീകാന്തിലൂടെ BJPക്ക് തമിഴ്നാട്ടിൽ നുഴഞ്ഞു കയറാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ആരംഭിച്ചിരുന്നു. പക്ഷേ രജനീകാന്ത് പിന്നീട് ആരോഗ്യമൊക്കെ മോശമാവുകയും ഈ ആരോഗ്യപരമായ കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് പുറകോട്ട് പോവുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് വിജയുടെ അച്ഛൻ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്നു വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന് പറയുന്നു. വിജയ് അത് ഇല്ല എന്ന് പറയുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചത് കൊണ്ട് തന്നെ ചില പ്രസ്താവനകളൊക്കെ ഇറക്കുന്നു. DMK ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ എയിം. കാരണം തമിഴ്നാട്ടിൽ വലിയ അഴിമതിയാണ് DMK നടത്തുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റാലിനെ മകനായ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് അദ്ദേഹം അധികാര തുടർച്ച, അതായത് സ്റ്റാലിനിൽ നിന്നും അധികാരം അദ്ദേഹത്തിൻ്റെ മകനിലേക്ക് കൈമാറാൻ വേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. ഈ ഒരു നീക്കത്തിനെതിരെ ആയിരുന്നു ഈ വിജയുടെ നീക്കം. ഇതിനെ തടയിടാനായിട്ടുള്ള വലിയ ശ്രമങ്ങളാണ് പിന്നെ DMKയുടെ ഭാഗത്തുനിന്നുണ്ടായത്. DMK ആകെ ഭയന്നിരുന്ന AIADMK അല്ല, AIADMKയും BJPയുടെയും സഖ്യത്തെയല്ല എന്നുകൂടി നമ്മളിൽ കാണേണ്ടതുണ്ട്. കാരണം DMKക്ക് അറിയാം വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുന്നേറിക്കഴിഞ്ഞാൽ തീർച്ചയായും വിജയ് ഒരു 5 വർഷം കൊണ്ട് ഒരു വലിയ ശക്തിയായി മാറുമെന്നും അദ്ദേഹത്തിൻ്റെ പിന്നിൽ വലിയ ഒരു വിഭാഗം അണിനിരക്കുമെന്നും ഇങ്ങനെ വന്നാൽ തുടർന്ന് ഉള്ള അധികാര തുടർച്ച എന്നുള്ളത് ചിലപ്പോൾ കീറാമുട്ടിയായി മാറിയേക്കാം എന്നുള്ളതാണ്. ഇപ്പം MG രാമചന്ദ്രനും അതുപോലെ തന്നെ അതിനുശേഷം വന്ന ജയലളിതയൊക്കെ എങ്ങനെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വേരൂന്നിയത് എന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന സ്റ്റാലിൻ ഈ നീക്കത്തെ തുടക്കത്തിൽ തന്നെ നുള്ളുവാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു. പക്ഷേ വിജയ് വലിയ രീതിയിൽ വലിയ കൊടുങ്കാറ്റായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് വിജയിയുടെ ഈ രാഷ്ട്രീയ പ്രവേശനവും ഈ തെരഞ്ഞെടുപ്പിലുള്ള മത്സരവും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുക നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ BJPക്ക് AIADMKയിലൂടെ അധികാരം ലഭിക്കുമോ എന്നുള്ള ഒരു അവസാന ശ്രമമാണ് അവർ നടത്തിയിരിക്കുന്നത്. നിർഭാഗ്യവശാൽ AIADMK BJP സഖ്യത്തിന് അവിടെ വലിയ വേരോട്ടമൊന്നും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. BJPയുടെ ഈ തരത്തിലുള്ള അന്വേഷണം എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അവിടെ ഒരു കാരണവശാലും ദ്രാവിഡ രാഷ്ട്രീയ കക്ഷിക്കല്ലാത്ത മറ്റൊരു കക്ഷിക്ക് അവിടെ അധികാരത്തിലെത്താൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം BJP എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും നമുക്കറിയാം അതൊരു ഡൽഹി പാർട്ടിയാണ്, അല്ലെങ്കിൽ അതൊരു ഹിന്ദി ഹൃദയഭൂമിയിൽ വേരൂന്നിരിക്കുന്ന ഒരു പാർട്ടിയാണ്. BJPയുടെ അജണ്ട എന്ന് പറയുന്നത് ഹിന്ദുത്വ അജണ്ടയും അതുപോലെ തന്നെ ഹിന്ദി അജണ്ടയും ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. ഈ നീക്കത്തെയാണ് ഈ ദ്രാവിഡ കക്ഷികൾ ആരായാലും ശരി ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ എല്ലാ കാലത്തും തമിഴ്നാട്ടിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അത് ഒരു ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു പ്രചരണം വലിയ രീതിയിൽ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ പാർലമെന്റ് മണ്ഡലം പുനരേകീകരിക്കാനുള്ള ഇവരുടെ നീക്കവും വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് തമിഴ്നാട്ടിൽ കാരണമായിട്ടുണ്ട് നമ്മൾ കാണണം. കേരളത്തിലൊന്നും അത് വലിയ പ്രതിഷേധമായിട്ടൊന്നും വന്നില്ലെങ്കിൽ പോലും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്, അല്ലെങ്കിൽ DMK ആണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരേ സമയത്ത് തന്നെ DMKയെയും അതുപോലെ തന്നെ AIADMK സഖ്യത്തെയും എതിർത്തുകൊണ്ടാണ് വിജയ് ഈ പോരാട്ടം നടത്തുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി ദ്രാവിഡ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നതെന്നതും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വരും കാലത്ത് വിജയ് വലിയൊരു ശക്തിയായി മാറും. അതിനൊരു ട്രയൽ വേർഷൻ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പിൽ സഖ്യങ്ങൾ മാറി മറിയാനായിട്ട് തീർച്ചയായും സഖ്യങ്ങൾ മാറി പറയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഈ AIADMK യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് വിജയുമായി ഒരു സഖ്യമുണ്ടാക്കുകയും അവർ BJP ഒഴിവാക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഒരു പക്ഷേ തമിഴ്നാട്ടിൽ ഒരു പക്ഷേ ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അത് നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു സിനിമയുടെ പിൻബലമില്ലാത്ത അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലുള്ള ഒരാളുടെ പിൻബലമില്ലാതെ ഇനി AIADMKക്ക് അധികാരത്തിലെത്താൻ സാധിക്കില്ല എന്ന് തന്നെ കാണേണ്ടതുണ്ട്. അപ്പോൾ AIADMK ചെയ്യേണ്ടിയിരുന്നത് അവർ BJPയെ അവർ അങ്ങോട്ട് ഒരു കാലത്ത് അവർ സഖ്യത്തിലായിരുന്നു, പിന്നീട് ആ സഖ്യം ഒഴിവാക്കുന്നു, പിന്നീട് വീണ്ടും
പളനിസ്വാമി പോയി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മുടെ കയ്യിൽ കണ്ടത്. അവിടെയാണ് അദ്ദേഹത്തിന് തെറ്റുപറ്റിയത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ വേറെ മറ്റ് ലക്ഷ്യങ്ങളുണ്ടാവും. ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള നക്കാപ്പിച്ച കിട്ടിയാൽ അതിലേക്ക് പോവാം, ഒരു കേന്ദ്രമന്ത്രി ആയാൽ ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പോവാം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളായിരിക്കാം അദ്ദേഹത്തെ പോയി വീണ്ടും BJP-യിലേക്ക് AIADMK കൊണ്ട് കെട്ടാനുള്ള കാരണം എന്നുള്ളതാണ്. പക്ഷേ ആ ലക്ഷ്യങ്ങളൊന്നും പൂർത്തീകരിക്കാൻ പോകുന്നില്ല. BJP-ക്ക് ഈ നേരത്തെ കിട്ടിയതുപോലുള്ള ഒരു വോട്ട് പെർസെൻറ്റേജ് പോലും കിട്ടാത്ത സാഹചര്യമാണ് തമിഴ്നാട്ടിൽ ഉണ്ടാവുന്നത് നമ്മളിൽ കാണുന്നത്. ഇനി നമ്മളിപ്പോൾ പറയുമ്പോഴും മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ വോട്ടെണ്ണാൻ. അതുകൊണ്ട് തമിഴ്നാട്ടിൽ BJP ഈ താമര വിരിയിക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ല എന്നാണ് നമ്മളിൽ കാണേണ്ടത്. അതുകൊണ്ട് TVKയുടെ ഒരു ട്രയൽ വേർഷൻ വിജയകരമായി പൂർത്തിയാക്കിയാൽ അദ്ദേഹം 5 വർഷക്കാലം കഴിഞ്ഞ് മുഖ്യമന്ത്രി ആവാനുള്ള വലിയ ശ്രമങ്ങളായിരിക്കും നടക്കുക. ഈ 5 വർഷക്കാലം വളരെ ക്രൂഷ്യലാണ് DMK-ക്കും കൂടി നമ്മളിൽ കാണേണ്ടത്.